നമുക്ക് പേഴ്സണലി ഫൈനാൻഷ്യലി ഒക്കെ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അത്തരം ശീലങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള 7 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല, ഓരോന്നും വ്യക്തമായിട്ട് പറയാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വർക്കിംഗ് ഫോർ ഓൺലി മണി. പണത്തിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യാം. നമ്മൾ 9 to 5 വരെ ജോബ് ചെയ്യുന്നു, പക്ഷേ അതെന്തിനു വേണ്ടി മാത്രമാവരുത്? പണത്തിന് വേണ്ടി മാത്രമാവരുത്. അങ്ങനെ ആയാലും അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ വളർച്ചയുടെ രൂപം ഇതാണ്. ഇവിടെ നിന്ന് തുടങ്ങി ഈ പാത്ത് ഈ എ എന്നുള്ള വഴിയായിരിക്കും നമ്മുടെ വളർച്ച. ഒരു നിശ്ചിത വളർച്ച ആദ്യഘട്ടത്തിൽ ഉണ്ടാകുമെങ്കിലും പിന്നീട് ഒരേ ലെവലിലായിരിക്കും അത് പോകുന്നത്. അതേസമയം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് പാത്ത് ബി ആണ്. പാത്ത് ബി എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് തുടങ്ങി പതിയെ കയറി മുകളിലോട്ട് എത്തുന്നത്. അതിന് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ 2 ആണ്. ഒന്ന് സ്കിൽസ്, മറ്റൊന്ന് ഇക്വിറ്റി. സ്കിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ കോഡിങ്, വീഡിയോ എഡിറ്റിംഗ്, അങ്ങനെ എന്താണോ അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇക്വിറ്റി ഉണ്ടാക്കണം. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓഹരികൾ. അതെത്ര ചെറുതാണെങ്കിലും ഓരോ സ്ഥാപനത്തിന്റെ കടം അതൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഓഹരിയിൽ നമുക്ക് ചെറിയൊരു പങ്കാളിത്തം ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റണം നമ്മുടെ വർക്ക് കൊണ്ട്. അങ്ങനെ വരുമ്പോഴേ നമുക്ക് വളർച്ച ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അതേസമയം നമ്മൾ എപ്പോഴും ഒരേ ലെവലിൽ പണത്തിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് നേടാൻ പറ്റില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മൾ മാറ്റേണ്ട ശീലങ്ങളിൽ നിന്ന് രണ്ടാമത്തെ കാര്യം ബൈങ് എ ലക്ഷറി ലൈഫ് സ്റ്റൈൽ പർച്ചേസ് ചെയ്യുന്ന, അത് വാങ്ങിക്കൂട്ടുന്ന, അതുണ്ടെന്ന് നമ്മൾ വരുത്തി തീർക്കാൻ പാടുപെടുന്ന, അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. ഐഫോണിന്റെ പുതിയൊരു അപ്ഡേഷൻ വരുമ്പോഴേക്കും അത് ചെന്ന് പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ സാംസങ്, അങ്ങനെ എന്താണെങ്കിലും. പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും നല്ല അടിപൊളി മന്തി കഴിക്കുക, എന്നിട്ട് അത് സ്റ്റാറ്റസ് ഇടുക. ഒരു ലക്ഷറി ലൈഫാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രാൻഡുകൾ ഉപയോഗിക്കുക. ശരിക്ക് നമ്മളിപ്പോൾ തൽക്കാലത്തിന് എല്ലാ ദിവസവും നമ്മൾ മന്തി കഴിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ഐഫോണുകൾ വാങ്ങി പ്രദർശിപ്പിക്കുന്നത്, നല്ല ബൈക്കുകൾ കാണിച്ച്, നല്ല കാറുകൾ കാണിച്ച് പ്രദർശിപ്പിക്കുന്നതിന് പകരം അതിനെ നമുക്കങ്ങനെ വരുമാനമാക്കി മാറ്റാം എന്ന് നമ്മൾ പഠിച്ചാൽ, എന്നിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്താൽ ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന ഒരു ഐഫോണിൻ്റെ പൈസ നമുക്ക് 10 ഐഫോൺ വാങ്ങാനുള്ള പൈസയാക്കി മാറ്റാൻ പറ്റും. ഇപ്പം നമ്മൾ കഴിക്കുന്ന മന്തിയുടെ പൈസ 10 മന്തി കഴിക്കാനുള്ള പൈസയായിട്ട് നമുക്കതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അനിവാര്യമായത് മാത്രം വാങ്ങുകയും ഈ ലക്ഷറി ലൈഫ് സ്റ്റൈൽ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളും നടത്താതിരിക്കുക. അതിന് പകരം ആ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. മൂന്നാമത്തെ കാര്യമാണ് ഡൂയിങ് എവറിത്തിങ് ബൈ യുവർ സെൽഫ്. എല്ലാം നമ്മൾ തന്നെ ചെയ്യാം. ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷെ ഒക്കെ നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ ചിലരെ പറയുന്ന കേട്ടിട്ടില്ലേ, എല്ലായിടത്തും എൻ്റെ കൈയെത്തണം എങ്കിലേ ശരിയാവും. അത് ഒന്നും ശരിയാൻ പോകുന്നില്ല. മറിച്ച് ഇയാൾ ആകെ ചെയ്ത് ഇയാളുടെ ഊർജ്ജം നഷ്ടപ്പെടുന്നേ ഉള്ളൂ. അതേസമയം നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഒരു ടീം വേണം. അതാത് കാര്യങ്ങൾ ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും അവരിലൂടെ അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യപ്പെടണം. അടുത്ത കാര്യമാണ് ഹാവിങ് ടു മെനി ഇൻപുട്സ്. ഒരുപാട് ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് നമ്മുടെ അകത്തേക്ക് വരുന്ന നിർദ്ദേശങ്ങൾ, അതുപോലത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ തീരുമാനിക്കുകയാണ് എനിക്ക് ലൈഫിൽ എന്താവണം എന്ന് പറയുമ്പോൾ ഒരാൾ പറയുന്നു നീ ഡോക്ടർ ആയിക്കോ, മറ്റൊരാൾ പറയുന്നു എഞ്ചിനീയർ ആയിക്കോ, മറ്റൊരാൾ പറയുന്നു നീ എ പഠിച്ചോ, മറ്റൊരാൾ പറയുന്നു നീ സ്ട്രീമർ ആയിക്കോ, ഒരാൾ പറയുന്നു നീ കണ്ടന്റ് ക്രിയേറ്റർ ആയിക്കോ. അങ്ങനെ തലങ്ങും വിലങ്ങും നമുക്ക് ഉപദേശം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന്റെ ഓവർഫ്ലോ കൊണ്ട് നമ്മൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കും. അതേസമയം നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തിയെ കണ്ടെത്തുക. ആ എക്സ്പേർട്ട് ആയ വ്യക്തിയോട് അഭിപ്രായം ചോദിക്കുക. എൻ്റെ കാര്യങ്ങൾ, എൻ്റെ പാഷൻ ഇങ്ങനെയാണ്, അപ്പോൾ പിന്നെ ഞാൻ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്? അപ്പോൾ നമ്മൾ ഈ ഇൻപുട്സ്, നമ്മളിലേക്ക് വരുന്ന നിർദ്ദേശങ്ങളെ നമ്മൾ പരിമിതപ്പെടുത്തുക. ആ പരിമിതപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമുക്ക് വരുന്നത് കൃത്യമായ ഒരു കാമ്പോട് കൂടി, ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന ആളുകളിൽ നിന്ന് ഇൻപുട്ടുകൾ സ്വീകരിക്കുക. അപ്പോൾ ഇൻപുട്ടിനെ റെഡ്യൂസ് ചെയ്യുക. ഒരുപാട് ഇൻപുട്ടുകൾ വരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അകന്നു നിൽക്കുക. അടുത്താണ് ഈഗോ ഡ്രിവൺ. നമ്മളൊരു ഈഗോ ഡ്രിവൺ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണെങ്കിൽ എല്ലാം എനിക്കറിയാം, എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്തോളാം. അതായത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വളരെ തുച്ഛമായിരിക്കും. 99% കാര്യങ്ങളും നമുക്ക് അറിയാത്തതായിരിക്കും. നമുക്കറിയാത്ത കാര്യങ്ങൾ പഠിച്ച് ചോദിച്ച് മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. അതേസമയം നമ്മളൊരു ഈഗോ ഡ്രിവൺ ആണെങ്കിൽ, ഞാൻ എല്ലാത്തിനും പോകുന്നവനാണ് എന്നൊരു രീതിയാണെങ്കിൽ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയില്ല, പുതിയ ആളുകളോട് ഉപദേശം തേടാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ എപ്പോഴും റെഡി ടു സ്റ്റഡി, പഠിക്കാൻ എപ്പോഴും റെഡി. എന്ത് കേട്ടാലും എന്താവശ്യമുള്ളതാണെങ്കിലും അത് പഠിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ റെഡി ടു ലിസൺ, നമുക്കറിയാത്ത കാര്യങ്ങൾ ഉപദേശിക്കുന്നവരെ, അത്
പറയുന്നവരെ കേൾക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. അടുത്താണ് പാസിംഗ് ദ ബ്ലെയിം. പാസിംഗ് ദ ബ്ലെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളവരുടെ കുറ്റങ്ങൾ പാസ് ചെയ്യുക. എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ അത് അവന്റെ പ്രശ്നമായിരുന്നു, അത് ബോസിന്റെ പ്രശ്നമായിരുന്നു, എൻ്റെ ബോസ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എൻ്റെ സ്ഥാപനത്തിന്റെ സ്ഥിതി അതാണ്. അങ്ങനെ 100 കൂട്ടം പരിഹാരങ്ങൾ പറയാതെ അതിന് പകരം കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് കാരണം, ഇതാണ് കാരണം, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറ്റങ്ങൾ നമ്മൾ മറച്ചു പിടിക്കാൻ വേണ്ടി ബാക്കിയുള്ളവരെ നമ്മൾ കുറ്റം പറയുകയാണ്. ഇവിടെ ആത്യന്തികമായിട്ട് നമ്മൾ തളർത്തുന്നത് നമ്മളെ തന്നെയാണ്. കാരണം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ അതിൻ്റെയൊക്കെ കാരണക്കാരെ അവരും ഇവരുമാണെന്നുള്ളൊരു ധാരണയിലേക്ക് നമ്മൾ തന്നെ നമ്മളെ എത്തിക്കുന്ന ഒരു ഹാബിറ്റിന്റെ അടിമയായിട്ട് നമ്മൾ മാറും. പിന്നെ ഒരിക്കലും നമുക്ക് ആ ചങ്ങലക്കെട്ടിൽ നിന്ന് നമുക്ക് മറികടക്കാൻ പറ്റില്ല, നമ്മൾ അതിൽ കുടുങ്ങിപ്പോകും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ബ്ലെയിം ചെയ്യുന്ന ഒരു നിലക്കും ഒരാളെയും ബ്ലെയിം ചെയ്യേണ്ട, എല്ലാത്തിൻ്റെയും ഉത്തരവാദി ഞാനാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രോ ആക്റ്റീവാകുക, നമ്മളത് ഏറ്റെടുക്കുക. ഓക്കെ, ഞാൻ ചെയ്തോളാം, അതെൻ്റെ പ്രശ്നമായിരുന്നു. ഇനി ഏറ്റവും ഒടുവിലുള്ളത് സ്റ്റേയിങ് സ്റ്റാറ്റിക്. ഇത് 7th വണ്ണാണ്, സ്റ്റേയിങ് സ്റ്റാറ്റിക്. ഒരേ അവസ്ഥയിൽ തന്നെ, അതായത് 3-4 കൊല്ലമായി ഒരേ അവസ്ഥയിൽ, കാര്യമായിട്ടുള്ള മാറ്റമില്ല, ഒരേ ജോലിയിൽ, അതുപോലെ തന്നെ ഒരേ തരം ആളുകളെയാണ് കാണുന്നത്, ഒരേ തരം ഇടങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിന് പകരം മാറ്റം കൊണ്ടുവരിക. നമ്മുടെ സർക്കിൾ, നമ്മുടെ നെറ്റ്വർക്ക് വികസിപ്പിക്കാം, പുതിയ ആളുകളെ പരിചയപ്പെടുക, അവരുടെ കോൺസെപ്റ്റുകൾ, പുതിയ ആശയങ്ങൾ, പുതിയ കാര്യങ്ങൾ വായിക്കുക, പഠിക്കുക. അങ്ങനെ നിരന്തരമായിട്ട് നമ്മുടെ സർക്കിൾ ഇങ്ങനെ വികസിപ്പിച്ച് കൊണ്ടുവരാം. അങ്ങനെ വികസിക്കുമ്പോൾ തന്നെ, സർക്കിൾ വികസിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമുക്കും വികാസം വരും. അതേസമയം വർഷങ്ങളോളമായി ഒരേ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, ഒരേ ആളുകളെയാണ് കാണുന്നത്, ഒരേ ഇടങ്ങളിലാണ് ഇടപെടുന്നത് എങ്കിൽ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് അവിടെ നിൽക്കുകയുള്ളൂ. അത് നമുക്ക് കാര്യമായിട്ടുള്ള ഒരു പ്രോഗ്രസ്സും കൊണ്ടുവരില്ല. അതുകൊണ്ട് ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്തൊക്കെ നമുക്ക് നമ്മുടെ സർക്കിളിൽ വികസിപ്പിക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അതടിസ്ഥാനത്തിൽ സർക്കിളുകൾ വികസിപ്പിക്കാൻ ശ്രമിക്കുക. ഈ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നതിൽ നിന്ന് പതിയെ നമ്മൾ ആ കംഫർട്ട് സോണിനെ മറികടന്ന് പുറം ലോകത്തേക്ക് ഇറങ്ങിച്ചില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഈ 7 കാര്യങ്ങളാണ് നമ്മൾ പതിയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ നമുക്ക് നമ്മുടെ പേഴ്സണലായിട്ടും അതുപോലെ തന്നെ ഫൈനാൻഷ്യലായിട്ടൊക്കെ നമുക്ക് ഗ്രോത്ത് സാധ്യമാക്കാൻ പറ്റുന്നത്.